സോ ഗൈസ്, നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് നമ്മുടെ ബ്ലാക്ക് ബിയർഡ് വേഴ്സസ് ഷാങ്സിനെ കുറിച്ചാണ്. നമുക്കറിയാം ഈ ഒരു ഫൈറ്റ് നമ്മുടെ വൺ പീസിൻ്റെ തുടക്കം മുതലേ ഫോർ ഷാഡോ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഫൈറ്റാണ്. നമുക്കറിയാം ആദ്യ ഇതിനെക്കുറിച്ച് പറയുന്നത് നമ്മുടെ വൈറ്റ് ബിയർഡും അതുപോലെ തന്നെ നമ്മുടെ ഷാങ്സും തമ്മിലുള്ള മീറ്റിങ്ങിലായിരുന്നു. അന്ന് മുതൽക്ക് ഈ ഫൈറ്റ് നമ്മുടെ ഓഡ ഫോർ ഷാഡോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ ഈ ഫൈറ്റിനെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ നോക്കാൻ പോകുന്നത്. ഇതിൻ്റെ ഔട്ട്കം എന്തായിരിക്കും ഇതൊക്കെ നോക്കുന്നത്. സോ അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ വീഡിയോ മുഴുവനായിട്ട് കാണുക. അതിന് മുമ്പ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ഏതെങ്കിലും വീഡിയോ കാണുന്നത് നമ്മുടെ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞാനധികം പറഞ്ഞു വെറുപ്പിക്കുന്നില്ല, നമുക്ക് നേരിട്ട് വീഡിയോയിലേക്ക് പോകാം. നമുക്കറിയാം നമ്മുടെ ഷാങ്സിൻ്റെ മുഖത്ത് ആ സ്കാർ കൊടുത്തത് നമ്മുടെ ബ്ലാക്ക് ബിയർഡാണ്. ഇവർ തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിച്ചാൽ ഇവരുണ്ടാക്കിയ പ്രശ്നമല്ല, ഇവർ രണ്ടുപേരുടെ ഫാദേഴ്സാണ് ഇതിൻ്റെ തുടക്കം കുറിക്കുന്നത്. നമ്മുടെ ഗോഡ് വാലിയിൽ നമുക്കറിയാം, നമ്മുടെ ഗോഡ് വാലിയിൽ നമ്മുടെ റോക്സിനെ കൊല്ലുന്നത് നമ്മുടെ ഗാർലിംഗ് ഫിഗർലാൻഡാണ്. അത് എങ്ങനെയാണ് കൊന്നതെന്ന് ഞാൻ പറയുന്നില്ല, കൊന്നിട്ടുണ്ടോ എന്ന് കൺഫേമും ആയിട്ടില്ല. എന്നാലും ഫൈനൽ ബ്ലോ കൊടുക്കുന്നത് നമ്മുടെ ഗാർലിംഗ് ആയിരുന്നു. നമുക്കറിയാം നമ്മുടെ സെബക്കിൻ്റെ മകനാണ് ബ്ലാക്ക് ബിയർഡ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ബ്ലാക്ക് ബിയർഡും ഷാങ്സും തമ്മിൽ എന്തായാലും ഫൈറ്റ് ചെയ്യുന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും വേണ്ട. ഇവർ രണ്ടുപേരും തമ്മിലുള്ള ഒരു പ്രശ്നത്തിന് കാരണമായി മാറും. ഇത് മാത്രമല്ല, നമുക്കറിയാം നമ്മുടെ ബ്ലാക്ക് ബിയർഡിൻ്റെ ലക്ഷ്യം വേൾഡ് കോങ്കർ ചെയ്യുക, വേൾഡിൻ്റെ കിങ് ആയി മാറുക എന്നൊക്കെയാണ്. ഷാങ്സ് ആണെങ്കിൽ നമ്മളെ റോജർ പറഞ്ഞതുപോലെ ജോയ് ബോയുടെ പാത്ത് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ബ്ലാക്ക് ബിയർഡിൻ്റെ ഡ്രീം നമ്മുടെ ജോയ് ബോയുടെ വഴിയിൽ ഒരു പ്രശ്നം ഉണ്ടാക്കുന്നത് നമ്മുടെ ഷാങ്സിനെ അറിയാം. അതുകൊണ്ട് തന്നെ നമ്മുടെ ഷാങ്സ് തീർച്ചയായിട്ടും നമ്മുടെ ബ്ലാക്ക് ബിയർഡിനെ സ്റ്റോപ്പ് ചെയ്തേ പറ്റും. ഇനിയിപ്പോൾ ഫ്യൂച്ചറിൽ ഇവർ തമ്മിൽ ഫൈറ്റ് ചെയ്താൽ നമുക്ക് ഔട്ട്കം പ്രെഡിക്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. നമുക്കറിയാം നമ്മുടെ ഷാങ്സിൻ്റെ മുഖത്ത് ആ സ്കാർ കൊടുക്കുന്നത് നമ്മുടെ ബ്ലാക്ക് ബിയർഡിൻ്റെ കയ്യിൽ ഒരു ഡെവിൽ ഫ്രൂട്ട് പോലും ഇല്ലാത്ത സമയത്താണ്. ആ ഒരു ഫൈറ്റ് ഓഫ് സ്ക്രീൻ ആയിരുന്നു. എങ്ങനെയാണ് അത് കൊടുത്തതെന്ന് നമുക്ക് അറിയാൻ പറ്റിയിട്ടില്ല. പക്ഷേ നമ്മുടെ ഷാങ്സ് പറയുന്നുണ്ടായിരുന്നു അത് ഒരു സർപ്രൈസ് അറ്റാക്കൊന്നും ആയിരുന്നില്ല, ഒരു ഫെയർ ഫൈറ്റ് തന്നെയാണ് നമ്മുടെ ബ്ലാക്ക് ബിയർഡ് നമ്മുടെ ഷാങ്സിന് ആ സ്കാർ കൊടുത്തിട്ടുള്ളത്. സോ ഈ ഒരു കാര്യം വെച്ച് നോക്കുമ്പോൾ നമ്മുടെ ബ്ലാക്ക് ബിയർഡിനെ നമുക്ക് എഴുതി തള്ളാൻ പറ്റില്ല. പിന്നെ നമുക്കറിയാം നമ്മുടെ ബ്ലാക്ക് ബിയർഡിനെ കുറിച്ചുള്ളൊരു തിയറി, ബ്ലാക്ക് ബിയർഡിൻ്റെ ഉള്ളിൽ 2-3 സോളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞ് ഒരുപാട് തിയറീസ് നമുക്ക് കാണാൻ കഴിയും. ഈ തിയറി സത്യമാണെങ്കിൽ അതിൽ ഒരു സോള് നമ്മുടെ ഡേവി ജോൺസിൻ്റെതാണെന്ന് പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഡേവി ജോൺസ് ബ്ലാക്ക് ബിയർഡിൻ്റെ ബോഡി ടേക്ക് ഓവർ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഷാങ്സിന് ഒന്നും തന്നെ ചെയ്യാൻ പറ്റില്ല. കാരണം ഡേവി ജോൺസിൻ്റെ പവർ നമ്മുടെ ജോയ് ബോയുടെ ഇമ്യൂൻ്റെ ഏകദേശം സെയിം ലെവലിലുള്ള പവർ തന്നെയാണ്. 800 വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ ഡേവി ജോൺസ് ആയിരുന്നു നമ്മുടെ വേൾഡിൻ്റെ കിങ് എന്നൊക്കെ പറയുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ നമ്മുടെ ഡേവി ജോൺസ് അത്രമാത്രം പവർഫുൾ ആയിരിക്കും. അതുകൊണ്ട് ഡേവി ജോൺസിനെ ഡിഫീറ്റ് ചെയ്യാൻ ഒരു ചാൻസ് നമ്മുടെ ഷാങ്സിനില്ല. അങ്ങനെ വരുമ്പോൾ ആ ഫൈറ്റിൽ നമ്മുടെ ഷാങ്സ് ഡിഫീറ്റ് ചെയ്യപ്പെടുന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും വേണ്ട. ഇനിയിപ്പോൾ ഈ ഒരു ഫൈറ്റിൽ നമ്മുടെ ബ്ലാക്ക് ബിയർഡ് തന്നെയാണ് നമ്മുടെ ഷാങ്സുമായിട്ട് ഫൈറ്റ് ചെയ്യാൻ പോകുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഷാങ്സ് തന്നെ ജയിക്കും. ഷാങ്സിൻ്റെ അത്ര പവറൊന്നും നമ്മുടെ ബ്ലാക്ക് ബിയർഡിന് ഉണ്ടാവില്ല. എന്തായാലും നമ്മുടെ ഷാങ്സിന് ഫ്യൂച്ചർ വരെ കാണാൻ കഴിയും. നമ്മുടെ ബ്ലാക്ക് ബിയർഡിനെ നോക്കുകയാണെങ്കിൽ ഒരു കോങ്കറർ ഹാക്കി പോലും നമ്മുടെ ബ്ലാക്ക് ബിയർഡിന് ഇല്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു ഫൈറ്റിൽ തീർച്ചയായിട്ടും ഷാങ്സ് ജയിക്കും. പിന്നെ നമ്മുടെ ബ്ലാക്ക് ബിയർഡിൻ്റെ ഉള്ളിൽ സോൾസ് മറ്റുള്ളവരുടേത് ഉണ്ടെങ്കിൽ ആ ഫൈറ്റ് നമ്മുടെ ഷാങ്സിന് എന്തായാലും വിജയിക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു ഫൈറ്റ് നമുക്കൊരു 75% നമ്മുടെ ഷാങ്സിനും 25% നമ്മുടെ ബ്ലാക്ക് ബിയർഡിനും കൊടുക്കേണ്ടി വരും. എപ്പോഴാണോ നമ്മുടെ ബ്ലാക്ക് ബിയർഡിൻ്റെ ഉള്ളിൽ നമ്മുടെ ഡേവി ജോൺസിൻ്റെയും റോക്സിൻ്റെയൊക്കെ സോൾ ഉണ്ട് എന്നുള്ള ആ തിയറി കൺഫേം ആവുന്നത്, ആ ദിവസം മുതൽ ഞാൻ ഈ പറഞ്ഞ സംഭവം 75 നമ്മുടെ ബ്ലാക്ക് ബിയർഡിനും 25 നമ്മുടെ ഷാങ്സിനുമായി മാറുന്നതായിരിക്കും. 25 ഷാങ്സിന് ഉണ്ടാവാൻ ചാൻസ് കുറവാണ്, എന്നാലും അങ്ങനെയാണ് നമുക്ക് കണക്ക് കൂട്ടാം. അപ്പോൾ ഇതിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുക, ഓൾ നോട്ടിഫിക്കേഷൻ സെറ്റ് ചെയ്ത് നോക്കുക. മറ്റൊരു ഡേ കാണുന്നവർ ബൈ ബൈ.